എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം കേന്ദ്ര കഥാപാത്രം രേണു ആണെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സജീനെക്കുറിച്ചായിരുന്നു. അയ്യോ, ഞാൻ പേര് പറഞ്ഞു പോയല്ലേ, വാല്. ഇന്നലെ നമ്മുടെ ബിഷപ്പിൻ്റെ ഇൻഡാസ് രേണുവിൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സംസാരിച്ചു. രേണുവിനും കിച്ചുവിനും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രേണുവിൻ്റെ ഒരു സുഹൃത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ ഒരു കൂട്ടുകാരി എങ്ങനെയാവണം എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് പണ്ട് എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ മക്കളോട് പറയുന്നുണ്ടാവും, നമ്മുടെ കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ശീലങ്ങളുണ്ടാവും എന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചൊരു കാര്യമാണ്, നീ നല്ല കൂടണം. കാരണം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകൾ മാറുന്ന സമയത്ത് ഏത് നാട്ടിൽ പോയാലും ഏത് ഏരിയയിൽ പോയാലും അവിടുത്തെ നല്ല കൂട്ടുകൂടണം എന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത്, നല്ല കൂട്ടുകൂടിയാൽ നമ്മുടെ സ്വഭാവത്തിൽ അതൊരുപാട് മാറ്റങ്ങളുണ്ടാക്കും. അതേസമയം നമ്മുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അവിടെ തകർന്നു പോകും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സജീന രേണു കൂട്ടുകെട്ട്. രേണു എന്തൊക്കെ കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും അതിനെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് സജീന മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വയ്ക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് രേണുവും സജീനെ ഒരുമിച്ചിരുന്ന് ലൈവിലാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നു. രേണു ബിഷപ്പിനെ വിഷപ്പാമ്പ് എന്ന വാക്ക് ഉപയോഗിച്ച് വിളിച്ചപ്പോൾ സജീന അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ പറയാം, നീ അത് പറയാൻ പാടില്ല, അദ്ദേഹം ഒരു പുരോഹിതനാണ്, ഒരു സഭയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് വിലക്കാമായിരുന്നു. പക്ഷേ സജീന അതല്ല ചെയ്യുന്നത്. ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന ലെവലിലാണ് സജീന സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകെട്ട് മോശമാകുന്നതിൻ്റെ ഫലമാണ് ഇന്ന് രേണുവിന് വക്കീൽ നോട്ടീസിൻ്റെ രൂപത്തിൽ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ എത്തും. അപ്പോൾ അതിൻ്റെ കാരണം ഒരൊറ്റ വ്യക്തി മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ബിഷപ്പിനെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ച് ബിഷപ്പിനെ കുറിച്ച് ആരോ അയച്ച കമൻറ്റുകൾ വീണ്ടും അവരുടെ ചാനലിൽ കൊണ്ട് സ്ക്രീൻഷോട്ട് ഇട്ട് അങ്ങനെ അദ്ദേഹത്തെ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞ് കാർക്കിച്ച് തുപ്പ വരെ ചെയ്തു. നമ്മൾ ഇന്നലെ അതൊക്കെ സംസാരിച്ചതാണ്. ഇന്നിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുവിൻ്റെ പഴയൊരു സുഹൃത്തുണ്ട്, നിമിഷ ബിജോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവരൊരു ആക്ട്രസ് ആണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ലൈവുകളൊക്കെ ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ്. അവരുടെ ലൈവുകളോടൊന്നും എനിക്ക് യോജിപ്പില്ല. അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ കാണാൻ ആളുകളുകൊണ്ടാണല്ലോ അവരങ്ങനെ ലൈവുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അത് അവരുടെ ഇഷ്ടം. ഞാൻ അതേക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് വളരെ വാലിഡാണ്. ഒരു കൂട്ടുകാരി എങ്ങനെയായിരിക്കണം? നമ്മുടെ സുഹൃത്ത് ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ തിരുത്തുന്ന ഒരാളായിരിക്കണം സുഹൃത്ത്. അതല്ലാതെ അവരെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ തെറ്റുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമുക്കും ഈ വാഴ നനയുമ്പോൾ ചീരയും നനയാം എന്ന് പറഞ്ഞിട്ട് നമുക്കും അതുവഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാവരുത് സുഹൃത്തുക്കളെന്ന് പറയുന്നത്. കൂട്ടുകാരെപ്പോഴും നല്ലത് മാത്രം പറയുന്ന ആൾക്കാരാവരുത്. അവരുടെ തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളും കൂടി ആവണം. പക്ഷേ ഇവിടെ വാലിന് പാളിപ്പോയത് അവിടെയാണ്. രേണു എന്ത് പറഞ്ഞാലും അതിനെ വന്നിരുന്ന് ന്യായീകരിച്ച്, രേണു അങ്ങനെയല്ല പറഞ്ഞത്, രേണു ഇങ്ങനെയാണ് പറഞ്ഞത്, രേണു അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, രേണു ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, രേണു മദ്യപിക്കുന്നു പറഞ്ഞത് ആദ്യമെന്ന് പറയുന്നു, അത് സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് തന്നതാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇട്ടുകൊടുത്തതാണ്, എല്ലാവരോടും പുച്ഛമാണ്, സഹതാപമാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുമ്പോൾ അഹങ്കരിച്ചപ്പോൾ അറിഞ്ഞിരുന്നില്ല പണി പുറകെ വരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ നഷ്ടം ഈ പറയുന്ന വാലിനല്ല, രേണുവിനും നഷ്ടം ഉണ്ടാവും തോന്നുന്നില്ല. നഷ്ടപ്പെടുന്നത് ആ 2 കുഞ്ഞുങ്ങൾക്കാണ്. അതിൽ വിഷമമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ അച്ഛനമ്മമാർ ചെയ്യുന്നതിൻ്റെ ഫലമാണ് മക്കൾ അനുഭവിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അച്ഛനമ്മമാർ ചെയ്യുന്നതിൻ്റെ ഫലമാണ് മക്കൾ അനുഭവിക്കുന്നത്. അപ്പോൾ രേണു ചെയ്തു കൂട്ടിയതിൻ്റെ ഫലം, ആ വീട് ചെറുതായിട്ട് എന്തോ ചോർച്ച അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴേക്കും വെള്ളം ഉള്ളിലോട്ട് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായൊരു കാര്യത്തെയാണ് സോഷ്യൽ മീഡിയ കൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. ചോദിപ്പിച്ചിട്ട്, കാരണം വന്ന് നിൽക്കുന്ന മീഡിയക്കാരന് അറിയത്തില്ല അവിടെ ചോർച്ചയുണ്ടോ അല്ലെങ്കിൽ അവിടെ കാറ്റടിക്കുമ്പോൾ വെള്ളം വീഴുന്നൊന്നും മീഡിയക്കാരന് അറിയത്തില്ല. അപ്പോൾ അയാളെ കൊണ്ട് അത് ചോദിപ്പിച്ച് അതൊരു വിഷയമാക്കി മാറ്റി, അതിനൊരു ആഗോളതല പ്രശ്നമാക്കി മാറ്റി സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുത്ത് ആ വീട് വെച്ച് കൊടുത്തവരുടെ ബിസിനസ്സിനെയും തകർത്ത് സ്ഥലം കൊടുത്ത ആളെയും ചീത്ത പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ രീതിയിൽ സഹായിച്ചവരെ അധിക്ഷേപിക്കാമോ ആ രീതിയിലെല്ലാം ചെയ്ത് അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്. അടുത്ത 7 ദിവസത്തിനകത്ത് ചെയ്ത വീഡിയോകളെല്ലാം തന്നെ ഏതൊക്കെ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ, അച്ഛനെ തള്ളി പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ട് വീഡിയോ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഡിലീറ്റ് ചെയ്ത്, ഈ പറയുന്ന വാലിൻ്റെ ചാനലിലുള്ള വീഡിയോകളും എല്ലാം ഡിലീറ്റ് ചെയ്ത് സോറിയും കൂടി പറഞ്ഞാൽ മാത്രമേ ഇത് അവസാനിക്കൂ. അതല്ലെങ്കിൽ 8ാമത്തെ ദിവസം അതിൻ്റെ ബാക്കി കോൺസിക്വൻസസും കൂടി ഫേസ് ചെയ്യേണ്ടി വരും. നമുക്കെന്തായാലും നിമിഷ ബിജോയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. ശരിക്കും അവർ പറയുന്നത് പോയിന്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ട് നോക്കാം. കിട്ടിയില്ല അതിനുള്ളത്. പക്ഷേ മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. എന്നാലും ഇത് ചോദിച്ചു മേടിച്ചതാണ്. രേണു ഇത് ചോദിച്ചു മേടിച്ചതാണ്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.
കൂടെ ഉള്ളവർ നന്നാവണം, കൂടെ ഉള്ളവരെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊന്നും നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറയാൻ പറ്റില്ല, നമ്മളത് കട്ട് ചെയ്തു തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കൂടെ നിന്നിട്ട് എന്താ പറയാ, ബിഷപ്പിനെ പോലെ ഇത്രയും വലിയൊരു മനുഷ്യനെയൊക്കെ ബിഷപ്പാമ്പെന്നും കൊലക്കച്ച് കെട്ടി അദ്ദേഹം വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇപ്പൊ ചെയ്തേക്കുന്ന ആ ഒരു തീരുമാനം ബിഷപ്പ് ഞാൻ 100% അതുമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. കാരണം എന്തിനാണ് ഇതുപോലുള്ള മനുഷ്യനെയൊക്കെ ഇത്ര താരം കിട്ടിയത് തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മൾ അവരെ കാൽച്ചോട്ടി കിടക്കണ്ട. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബിഷപ്പിന്റെ ആ ഒരു താമസിക്കുന്ന ആ വീടാണ് എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി പുള്ളിയോട് പറയാം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പുള്ളിനെ വിഷപ്പാമെന്നൊക്കെ വിളിച്ചിട്ട് നാണം കെടുത്തപ്പോ ആൾക്കാർ അനങ്ങാതിരിക്കൂല. ഉറപ്പായിട്ടും സത്യമല്ല അവർ പറയുന്നത്. കൂടെയുള്ളവർ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇവർക്ക് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇവർ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം വന്ന ആൾക്കാർ നന്നായിട്ട് മുതലെടുത്തു. അതില്ലെന്ന് പറയാൻ പറ്റില്ല, നന്നായിട്ട് മുതലെടുത്തു. ഇനി ഇവർ പറഞ്ഞ വേറൊരു കാര്യം, അദ്ദേഹത്തെ വിളിച്ച വാക്കുകൾ, ആ വാക്കുകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. എന്തൊക്കെ വിളിച്ചു, ഈ പറയുന്ന വാലിൻ്റെ ചാനലിൽ ഒരു വീഡിയോ കിടപ്പുണ്ട്, അതിൻ്റെ തമ്മിൽ കാണണം. ആ ഒരു വാക്കാണ് ഇവർ പറഞ്ഞത്, കെട്ടിക്കൊണ്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതിപ്പോഴും അവർ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ വാലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. 20 ലക്ഷം രൂപയ്ക്കാണ് കോമ്പൻസേഷൻ ചോദിച്ചേക്കുന്നത്. ആ കേസ് അദ്ദേഹം ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നുണ്ടാക്കി കൊടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. കാര്യം കേട്ടറിവ് വെച്ചിട്ട് ഈ വാലിനും അധികം സാമ്പത്തിക ശേഷിയുള്ള ഫാമിലിയൊന്നും അല്ലെന്നാണ് കേട്ടത്. സത്യാവസ്ഥ നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ 20 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല. എന്നാലും അഹങ്കാരത്തിനൊന്നും ഒരു കുറവില്ല. വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അല്ല മറുപടി അവർക്ക് വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ പറഞ്ഞങ്ങ് വിടുകയാണ്. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ അടിച്ചിറക്കുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല. രേണു ഇനിയെങ്കിലും ഇപ്പോൾ ബഹ്റൈനിലാണ്, ബഹ്റൈനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ രേണു എങ്ങനെ റിയാക്ട് ചെയ്യും, അതാണ് അടുത്ത ചോദ്യചിഹ്നം. ഒരു പക്ഷേ ബിഷപ്പിനെ തെറി പറയുമായിരിക്കും, അതല്ലെങ്കിൽ ബിഷപ്പിനോട് മാപ്പ് പറയുമായിരിക്കും. മാപ്പ് പറഞ്ഞാൽ അത് രേണുവിന് നല്ലത്. ഒരിക്കലും ഈ ദാനം കിട്ടുന്ന അല്ലെങ്കിൽ ദാനം കൊടുക്കുന്ന ആളുടെ അടിമയായിട്ട് കിടക്കാനൊന്നും പറയുന്നില്ല. പക്ഷെ അവരെ അധിക്ഷേപിക്കാതിരിക്കാം. പണ്ടുള്ള ആൾക്കാർ പറയും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായം, ഒരുപാട് പ്രായമില്ലെങ്കിൽ പോലും അദ്ദേഹം അലങ്കരിക്കുന്ന പദവി, ഇതെല്ലാം തന്നെ കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ പോട്ടെ, ഇപ്പോൾ നിമിഷ പറഞ്ഞ പോലെ രേണുവിന് എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയാമായിരുന്നു. അച്ചോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ, അപ്പോൾ അതൊന്ന് സോൾവ് ചെയ്ത് തരണം എന്ന് മാന്യമായിട്ട് പറയാമായിരുന്നു. പക്ഷേ അഹങ്കാരം സമ്മതിച്ചില്ല. രേണു വിചാരിച്ചു കുറച്ച് ഓൺലൈൻ മീഡിയക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തുമാവാം, എന്തും ചെയ്യാം എന്ന് വിചാരിച്ചു. കൂടെ ഈ പറയുന്ന പോലുള്ള ആൾക്കാരും. അപ്പോൾ എന്തുമാവും, രേണു പറയുന്നത് മാത്രമാണ് വേദവാക്യം എന്ന് എല്ലാവരും എടുക്കുമെന്ന് വിചാരിച്ചു. തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. രേണുവിനെ ഒരാൾക്കും ഇപ്പോൾ റിയാക്ഷൻ, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾക്കും രേണുവിനോട് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല. പക്ഷേ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങളും, ഇതിനെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ട്രോൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരെല്ലാവരും എടുത്ത് വെച്ച് സംസാരിക്കുന്നത്. ഞങ്ങളാരും ജഡ്ജിമാരൊന്നുമല്ല. സൊസൈറ്റിയിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്ന് കാണുമ്പോൾ നമ്മൾ സംസാരിക്കുന്നു. അത് കൂടുതൽ വരുമ്പോൾ നമ്മൾ ആ വിഷയം കൂടുതൽ എടുത്ത് സംസാരിക്കുന്നു, അത്രമാത്രം. അതല്ലാണ്ട് രേണുവിനെ തകർക്കണം, നശിപ്പിക്കണം, ഇങ്ങനെ ആർക്കും ഒരു നിർബന്ധമില്ല. പക്ഷേ അടങ്ങണം, അത് അടങ്ങിയേ പറ്റൂ. കാരണം ഇപ്പോഴും രേണുവിനെ ഇത്രയൊക്കെ ആയിട്ടും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അത് ആലോചിക്കുമ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് ചിന്തിച്ച് പോവാണ്. അതായത് ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരാൾക്ക് ഒരു സാധനം ഫ്രീ ആയിട്ട് കൊടുത്തു, അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ട് വെറുതെ കൊടുത്തു. ഒരു സ്ഥലം തന്നെ ആയിക്കോട്ടെ, ഒരു 5 സെൻറ്റ് സ്ഥലം വെറുതെ കൊടുത്തു. നാളെ അവർ തിരിഞ്ഞു നിന്ന് നിങ്ങളെ ചീത്ത പറഞ്ഞാൽ, എന്തിൻ്റെ പേരിലും ആയിക്കോട്ടെ, നിങ്ങളെ ചീത്ത പറഞ്ഞാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമോ? അപ്പോൾ ഒരു പുരോഹിതൻ അദ്ദേഹത്തെ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും അദ്ദേഹം റിയാക്ട് ചെയ്യാതെ നിയമത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ രേണു പറഞ്ഞ പോലെയൊക്കെ സംസാരിക്കാം. അദ്ദേഹവും മനുഷ്യനാണ്. ബിഷപ്പായത് പിന്നെയാണ്. അദ്ദേഹത്തിനുണ്ട് അഭിമാനം, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, അദ്ദേഹത്തിന് ബന്ധുമിത്രാദികളുണ്ട്. ഇവരുടെ എല്ലാം മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ. എന്തുകൊണ്ട് ആരോരുമില്ലാത്ത 2 കുട്ടികൾക്ക് തൻ്റെ സ്വത്തിൽ നിന്നും കുറച്ച് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ എത്രമാത്രം ചീത്ത കേട്ടു. ആ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പിടിച്ചു നിന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷമയ്ക്ക് ശരിക്കും നമ്മൾ സല്യൂട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും ക്ഷമിച്ച് നിൽക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്. അതുപോലെ തന്നെ ഫിറോസിക്കയും വീടിൻ്റെ പ്രശ്നം അദ്ദേഹം അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു, അത് നമുക്ക് വെറുതെ കിട്ടിയ വീടാണെങ്കിൽ അവിടെ എന്ത് പ്രശ്നം സംഭവിച്ചാലും അത് ക്ലിയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വ്യക്തികളോട് നമ്മൾ വളരെ മാന്യമായിട്ട് നമുക്ക് സംസാരിക്കാം. ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരണം, അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് സംസാരിക്കാം. ഇതൊന്നുമല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഓൺലൈൻ മീഡിയ വന്ന് ചോദിച്ചപ്പോൾ ഈ വാലിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ ഇട്ട് കൊടുത്തു. അവസാനം അത് കയറി ഇങ്ങ് കത്തി. ഇപ്പോൾ അതൊരു ചാരമായിട്ട് മാറി. ഇനിയിപ്പോൾ തിരിച്ച് ബഹ്റൈനിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും കൂട്ടുകെട്ടുകൾ കൊണ്ട് രേണുവിനുണ്ടായ ഒരു ഗുണം ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഇതൊരു പാഠമാണ് എല്ലാവർക്കും ഒരു പാഠമാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം. പണി തരാൻ ഒരു സുഹൃത്ത് മതി. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പണി കിട്ടിയത് രേണുവിനൊന്നുമല്ല, കിച്ചുവിനും ഋതപ്പനുമാണ്. അവർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയണം. അവർക്ക് കിട്ടിയ ഗിഫ്റ്റ്, കിച്ചു അവിടെ ഒന്നും താമസിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ പേരിലും കൂടി ചേർത്ത് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. അത് നഷ്ടപ്പെടുന്നതിൽ അല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ
എല്ലാവർക്കും വിഷമം ഉണ്ടാവും. പക്ഷേ അതിന് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നറിയുമ്പോൾ ശരിക്കും ദേഷ്യമാണ് വരുന്നത് രേണുവിനോടും രേണുവിൻ്റെ ഈ പറയുന്ന വാലിനോടും. എനിവേ 7 ദിവസത്തിനകത്ത് ഇതൊക്കെ ഒന്ന് സോൾവ് ആവട്ടെ. ഈ പറയുന്ന രേണു വന്ന് സോറി പറയട്ടെ അദ്ദേഹത്തോട്. സോറി പറയണം, പറഞ്ഞേ പറ്റൂ. എന്നിട്ട് ചെയ്ത വീഡിയോകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് ഒരു ശുദ്ധികലശം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കണ്ടറിയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് എഴുതാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇനിയും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് വാലു പറയുന്ന പോലെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ബൈ.